മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച തളിക്കുളം സ്വദേശിനി അനീഷ അഷ്റഫ് പ്രത്യേക അനുമതിയോടെ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി. വീഡിയോ കോൾ മുഖേന പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടറിയിച്ചാണ് അനീഷ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതിയത്. പരീക്ഷാ ഹാളിന് സമാനമായി വീട്ടിലെ മുറിയിൽ അനീഷയും ഇൻവിജിലേറ്ററും മാത്രമായാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷ നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രത്യേക അനുമതിയോടെ നടത്തുന്ന പരീക്ഷയുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്ന കർശന നിർദ്ദേശങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ പുറത്തിറക്കിയിരുന്നു. ആരോഗ്യ പരിമിതികൾക്ക് തകർക്കാനാകാത്ത ആത്മവിശ്വാസവും സാഹചര്യങ്ങൾക്ക് സമരസപ്പെടാത്ത മനോധൈര്യവുമാണ് അനീഷയ്ക്ക് ജീവിതത്തോടുള്ള സമീപനം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ, സാമൂഹ്യനീതി വകുപ്പ്, സംസ്ഥാന ഭിന്നശേഷി വകുപ്പ് എന്നിവയുടെ നിരന്തര ഇടപെടലുകളാണ് അനീഷയെ തുണച്ചത്. പൊതുപരീക്ഷയുടെ രഹസ്യ സ്വഭാവം പരിഗണിച്ച് ആദ്യം തടസ്സമറിയിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക നടപടി സ്വീകരിക്കുകയായിരുന്നു. ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അനീഷയുടെ അസാമാന്യ ഇച്ഛാശക്തി മറ്റു വിദ്യാർത്ഥികൾക്ക് പ്രചോദനം പകരുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം 5ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചതാണ് അനീഷ പിന്നീട് 2023 സാക്ഷരതാ മിഷന്റെ പ്രത്യേക ഇടപെടലിലൂടെ 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ വീട്ടിലിരുന്ന് എഴുതി വിജയിച്ചു. 2023 സംസ്ഥാന ഭിന്നശേഷി അവാർഡും അനീഷയെ തേടിയെത്തി. തളിക്കുളം സ്വദേശിയായ അനീഷയ്ക്ക് 2021 ഭിന്നശേഷി വകുപ്പ് സംഘടിപ്പിച്ച ഉണർവ് എന്ന ഓൺലൈൻ മത്സരത്തിൽ കഥാരചനാ വിഭാഗത്തിൽ 1ാം സമ്മാനവും ലഭിച്ചിരുന്നു. യഥാർത്ഥത്തിൽ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതാനായത് സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിലാണ് അനീഷ അഷ്റഫ്. ശ്രമിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് CM വിത്ത് മീൽ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു അനുമതി കിട്ടിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരു അനുമതി തന്നതിന് കേരള സർക്കാരിനോടും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനോടും CM വിത്ത് മീലിൻ്റെ ഓൾ ടീമിനോടും എൻ്റെ ഏറ്റവും മനസ്സ് നിറഞ്ഞ ഒരു സന്തോഷം, നന്ദി അറിയിക്കുകയാണ്. ഇന്ന് എനിക്ക് പരീക്ഷ തുടങ്ങാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം.